Market Plus, sponsored by DBFS, Associate of Doha Bank. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് എന്തായാലും കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് കടക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ബ്രെൻഡ് അല്ലെങ്കിൽ WT ക്രൂഡിലൊക്കെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഈ ഒരു മണിക്കൂറിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 1.5 മാസമായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് WTI crude and Brent crude in the trend, the short term has turned sideways, but long term trend bullish ആയി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റി, ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $60 50 സെന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു $1 മുതൽ $1.5 നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $63.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സാറിന് ഈ ഗോൾഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഗോൾഡിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോഴും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണ് തുടരുന്നതായിട്ട് കാണുന്നത്. വീക്കിലി നോക്കുമ്പോൾ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പോസിറ്റീവായിട്ടൊരു ട്രേഡിംഗ് ആണ് ഗോൾഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4207 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. എങ്കിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കണം $4,300 ഒരു പുതിയ റെസിസ്റ്റൻസ് ലെവൽ ഫോം ആയിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിൽ ഇപ്പോൾ ഒരു നേരിയ കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതേസമയം നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ $4,202 ലെവലിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് 3 സൂചികയിലും നേട്ടമാണ് കാണാൻ സാധിച്ചത്. ഫെഡ് റിസർവ് തീരുമാനങ്ങൾ 10-ാം തീയതി അറിയാൻ സാധിക്കും. അതിന് മുന്നോടിയായ ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് വെള്ളിയാഴ്ച എടുക്കാൻ US സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫെഡ് റിസർവിൻ്റെ ആ ഒരു നയ തീരുമാനങ്ങളുടെ ഒരു മുന്നോടിയായി തന്നെ മാർക്കറ്റിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ US മാർക്കറ്റിൽ എന്താണ്? വിഷ്ണു, നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസിന്റെ ഒരു മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആ ഒരു ബോത്ത് ഇൻഡെക്സസിൽ നമുക്ക് കാണാൻ സാധിച്ചു. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ നഷ്ടമൊക്കെ തന്നെ നികത്തി നല്ലൊരു റിക്കവറിയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 48,400. Around 48,400 is the existing all-time high. ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 27,950. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 26,135, അതിനുശേഷം 26,300. 26,300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ ഇൻഡെക്സിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സാറിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു നിഫ്റ്റിയുടെ ട്രേഡിംഗ് വെള്ളിയാഴ്ച നോക്കുമ്പോൾ ആ ഒരു റിസർവ് ബാങ്ക് തീരുമാനങ്ങൾക്ക് ശേഷം ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് എടുത്തത്. 26,186 ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് ലെവലായിട്ട് കാണുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം വീണ്ടും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു.
നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 26,250 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 26,500ഉം 26,700ഉം ആയിരിക്കും. സാർ ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും നമുക്ക് 59,777 എന്നൊരു ലെവലിലുള്ള ഒരു ക്ലോസിംഗ് ആണ് കണ്ടത്. 488 പോയിന്റിൻ്റെ നേട്ടമാണ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? So Nifty Bank Index in the case low undertone continues to be extremely bullish. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നോക്കുമ്പോഴേക്കും നമുക്ക് നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവലിന് തൊട്ട് താഴെ നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 60,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ രണ്ട് റെസിസ്റ്റൻസിൽ 60,400ഉം 61,500ഉം ആയിരിക്കും. സാർ ഈ ഒരു RBIയുടെ തീരുമാനങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ഗെയിൻ ചെയ്ത അല്ലെങ്കിൽ ഒരു ഔട്ട് പെർഫോം ചെയ്ത സെക്ടറുകളിൽ ഒന്നായി മാറിയ ഒരു സെക്ടറായിരുന്നു ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക. 1.2% നേട്ടമാണ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 30,396 എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സൂചികൾ താങ്കളുടെ എക്സ്പെക്ടേഷനൊപ്പം ഈ ഒരു സൂചികൾ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും ഓഹരികൾ താങ്കൾക്ക് പറയാനുണ്ടോ? നമ്മൾ നിഫ്റ്റി ഫിനാൻഷ്യൽ സെക്ടർ നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മേജർ സ്റ്റോക്സിലും നമുക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ന് കാലത്ത് ഞാൻ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ബജാജ് ട്വിൻസ്, അതുപോലെ തന്നെ ചോളമണ്ഡലം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, L&T ഫിനാൻസ്, ഇതിലൊക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്സിലൊക്കെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ആസ് ഫാർ ആസ് ദ ഇൻഡെക്സ് ഇസ് കൺസേൺഡ് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 28,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. സാറിന് ഈ സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രെൻഡാണ്. ട്രെൻഡിനെ സംബന്ധിച്ച് 4,183 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ 2024 ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് വിലയിരുത്തുമ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ അറിയണം. ഒപ്പം ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നോ. കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നു. ആൻഡ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും എസ്പെഷ്യലി കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ കുറെ കൂടെ ശക്തി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ സാർ, നെക്സ്റ്റ് സ്റ്റോക്ക് പവർ ഫൈനാൻഷ്യൽ കോർപ്പറേഷനാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ നമ്മൾ നോക്കുമ്പോൾ 0.17% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ കാഴ്ചവെച്ചത്. നമ്മൾ ജൂലൈ 2024 ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം ഏകദേശം 40% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ നോക്കുമ്പോഴും വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഓഹരിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പവർ ഫിനാൻസിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 360 രൂപയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ആ ഒരു സപ്പോർട്ട് മിക്കവാറും ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 355 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്ക് വെബ്സോൾ എനർജിയാണ്. വെബ്സോൾ എനർജിയെ സംബന്ധിച്ച് 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ കാഴ്ചവെച്ചത്. ഓഹരി 105 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോഴാണെങ്കിലും ഇടിവ് രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഈ ഓഹരിയിൽ എന്താണ്? സോ വെബ്സോളിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിലെ ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 99 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
ഇനി സ്വിഗ്ഗിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് 1.78% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ കാഴ്ചവെച്ചത്. 394.4 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മെയ്യിൽ ഒരു ബോട്ടം കണ്ടതിന് ശേഷം പിന്നീട് ഒരു നേട്ടം കാണുന്നുണ്ടായിരുന്നു. 29% നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസം നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഓഹരിയിൽ കണ്ടിരുന്നു. സ്വിഗ്ഗിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സ്വിഗ്ഗിയുടെ കേസിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് കമ്പനി ഒരു QIP, ദാറ്റ് ഈസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് നടത്തുമെന്നൊരു വാർത്ത ഈയിടെ വന്നിരുന്നു. സോ ആ ഒരു വാർത്ത സ്ഥിരീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, അടുത്തത് ഇപാക് പ്രിഫാബ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓഹരിയാണ്. 3.7% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒക്ടോബറിലായിരുന്നു ഈ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒക്ടോബർ മാസവും തൊട്ടടുത്ത മാസവും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ക്ലോസിംഗ് എടുക്കാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഈ ഒരു മാസം ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇതിപ്പോൾ കാണുന്നത് ഒരു 2 മാസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? ഇനിയും ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതോ മുന്നോട്ടൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? സോ ഇപാക് പ്രീഫാബിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം നല്ല നേട്ടം നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 297 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടിട്ടൊരു വ്യൂ ആണ് അറിയേണ്ടത്. ഇൻഡിഗോയെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാർത്തകളായൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ 1.21% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഇൻഡിഗോ കാഴ്ചവെച്ചത്. 5370 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു മാസം നോക്കുമ്പോൾ ഓഹരിയിൽ ഒരു 9% ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആയിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഇൻഡിഗോയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് 5500, അതിനുശേഷം 5600 ആയിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സർ, ഒലയിലേക്ക് വരുമ്പോൾ ഒലയിൽ 1.72% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കണ്ടത്. 35 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഏതായാലും ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓൾ ടൈം ലോയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഒലയുടെ ഓഹരിയിൽ നമുക്കിപ്പോൾ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Unfortunately, Ola Electric both long and short term trend രണ്ടും ബെയറിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 34 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ PB ഫിൻടെക്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.13% നേട്ടമാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. 1893 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു മാർച്ച് തൊട്ടുള്ളൊരു നേട്ടം നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഏകദേശം 40% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരി. PB ഫിൻടെക്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ PB ഫിൻടെക്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരേ ഒരു പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 1800 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1960, അതിനുശേഷം 1985 ആയിരിക്കും. സാറിന് ഈ സുസ്ലോണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 51 എന്ന പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന സുസ്ലോണിൽ 1.75% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇടിവ് കാണുന്നുണ്ട്. 26% ഇടിവാണ് ഓഹരിയിൽ ജൂണിന് ശേഷം ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സുസ്ലോണിൻ്റെ ഓഹരികൾ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 55 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ.
സാറിന് ഈസ്മൈ ട്രിപ്പിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 7.5% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ കാഴ്ചവെച്ചതായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരു മാസം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ ഒരു മാസമാണെന്ന് തോന്നുന്നു, ഈ ഒരു ഓഹരിയിൽ നമ്മൾ കണ്ടത് 19%-ലേക്ക് ഒരു കുതിപ്പ് ഒരു വൺ ഡേ രേഖപ്പെടുത്തിയിരുന്നതിൽ അതിനുശേഷം വീണ്ടും ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ഈ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോഴും നമുക്കൊരു ലോങ് ടൈം എടുക്കുമ്പോൾ ഒരു ബയറിഷ് ആയിട്ടാണ് ഓഹരി മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഈസ്മൈ ട്രിപ്പിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ 7 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് വേണ്ടി ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ബട്ട് ട്രേഡിംഗ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 7.25 രൂപ ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈങ് അവസരം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ലഭിക്കും. ഇനി LTI മൈൻഡ്രയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് 0.41% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ കാഴ്ചവെച്ചത്. 6292 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. എന്നാലും ഏപ്രിലിന് ശേഷം ഏകദേശം 40%-ഓളം നേട്ടമാണ് ഓഹരി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഈ LTIMന്റെ കേസിൽ നിഫ്റ്റി IT ഇൻഡെക്സിനോടൊപ്പം തന്നെ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ കാണുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 6365, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 6460 ആയിരിക്കും. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ ചാമ്പൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓഹരി ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്, സാർ എനിക്കൊരു ഡാറ്റ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 0.36% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 431 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3-4 മാസം നോക്കുമ്പോൾ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നമുക്ക് ചമ്പൽ ഫെർട്ടിലൈസറിന്റെ കേസിൽ ഏപ്രിൽ മാസം മുതൽ കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാറിന് ഗോദ്രേജ് പ്രോപ്പർട്ടി, റിയൽറ്റിയിൽ നിന്നുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഗോദ്രേജിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 0.13% നേട്ടത്തിലാണ് ലാസ്റ്റ് ട്രേഡിൻ്റെ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 2082 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് 2 മേജർ സപ്പോർട്ട് ബേസസ് ആയി ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ 1920, അതിനുശേഷം 2030 രൂപയിലും. സോ വരും സെഷൻസിൽ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവൽസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ 2 സപ്പോർട്ട് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു ഹൈ പോസിബിലിറ്റി ആയിരിക്കും. ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 2170, അതിനുശേഷം 2240. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. സാറിനെ അറിയേണ്ടത് അമരരാജ ബാറ്ററിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. അമരരാജയെ സംബന്ധിച്ച് എനിക്ക് അമരരാജയുടെ ഡാറ്റ ലഭ്യമല്ല. താങ്കൾക്ക് ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് അമരരാജയുടെ വ്യൂ വിശദീകരിക്കാമോ? സോ അമരരാജ ബാറ്ററീസിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ 920 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. BSEയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. BSEയെ സംബന്ധിച്ച് നമ്മളൊരു ലാസ്റ്റ് ട്രേഡിൻ്റെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓഹരി നോക്കുമ്പോൾ ഏകദേശം 1.84% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 2815 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. BSE ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സോ BSEയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2720 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 2825 രൂപയായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2960 ആണ്.
2960 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. HDFC ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമ്മളൊരു ലാസ്റ്റ് ട്രേഡിൻ്റെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 0.89% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 768 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? HDFC ലൈഫിന്റെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം നമുക്കൊരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 720 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 800-ഉം അതിനുശേഷം 822 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ആ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സാർ നമുക്കിനി HDFC ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ബാങ്കിങ് ഓഹരിയിൽ HDFC ബാങ്ക് പരിഗണിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ HDFC ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേട്ടമായിരുന്നു. നമ്മൾ ഈ ഒരു നേട്ടം നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം 0.61% നേട്ടത്തിൽ 1003 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. HDFC ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്ന. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബെയറിഷ് സിഗ്നൽസും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ട്രേഡിംഗിന് വേണ്ടി നമുക്ക് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. 1022 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. സാർ നമുക്കിനി അടുത്തായിട്ട് അറിയേണ്ടത് ഇനോക്സ് വൈനിൻ്റെ ഒരു വ്യൂ ആണ്. എനിക്ക് ഓഹരിയെ സംബന്ധിച്ചുള്ള ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമായെങ്കിൽ ഒന്ന് ഇനോക്സ് വൈനിൻ്റെ വ്യൂ പറയാമോ? ഇനോക്സ് വിൻഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 120-ലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ നമുക്ക് ഇനി ചോദിക്കാനുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചൊരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ എടുക്കുമ്പോൾ സാർ ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. സാർ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഏഞ്ചൽ വണ്ണിൻ്റെ വ്യൂ ഒന്ന് വിശദീകരിക്കാമോ? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് ലോ റിസ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2520 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് 2840, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2885 ആയിരിക്കും. സാറിന് ഈ സിപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1520 എന്നുള്ളൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 0.01% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ടും കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സിപ്ലയുടെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ബട്ട് ആൻഡ് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു സെറ്റപ്പും ഫോം ചെയ്തിരുന്നു. ബട്ട് വീണ്ടും ആ ഒരു സൈഡ് വേസ് മൂവ്മെന്റിലോട്ട് ഇപ്പോൾ സ്റ്റോക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1460 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 1600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് കെയ്ൻസ് ടെക്നോളജീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 12% വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 4353 എന്നൊരു പ്രൈസിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. കെയ്ൻസിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ഒത്തിരി നെഗറ്റീവ് ന്യൂസുകളൊക്കെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ് കോട്ടക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള. അപ്പോൾ കെയ്ൻസിൽ താങ്കളുടെ ഒരു ലോങ് ടൈം എക്സ്പെക്റ്റേഷൻ കൂടി ഒന്ന് പങ്കുവെക്കാമോ? അൺഫോർച്ചുനേറ്റ്ലി കെയ്ൻസിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാറിന് മറ്റൊരു ഇൻഷുറൻസ് സ്റ്റോക്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നമ്മൾ നോക്കുമ്പോൾ 0.77% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 869 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. LICയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? LICയുടെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് പുതിയ ബൈയിങ് അവസരങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. LICയുടെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 845 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
നമുക്ക് ഈ സ്റ്റോക്കിൽ തിരിച്ച് ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 940 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാർ, നമുക്ക് അവസാനമായി ചോദിക്കാനുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ 0.46% ഇടിവിൽ 36 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു സൈഡ് വേസ് ട്രെൻഡാണ് നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ ഒരു മന്ത്ലി ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. വിഷ്ണു, നമ്മൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക് മുതലായ സ്മോൾ ക്യാമ്പ് PSU സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് PSU ബാങ്ക് ഇൻഡെക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴും നമുക്കൊരു അണ്ടർ പെർഫോമൻസ് ഈ 4 സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഈ 4 സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒത്തിരി റൂമേഴ്സ് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാമായിരുന്നു. അതായത് ഈ 4 ബാങ്കും വലിയ PSU ബാങ്കിനോടൊപ്പം ലയിക്കുമെന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 41 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 35 രൂപ 50 പൈസയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചു. താങ്ക് യു വിഷ്ണു. ഏതായാലും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. Market Plus, sponsored by DBFS, Associate of Doha Bank.